ഈ 2025 PSC ഡ്രൈവർ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷന്റെ ഒരു ഘോഷയാത്ര തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വർഷം തന്നെ ഒരു ഡ്രൈവർ ജോലി സ്വപ്നം കണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും പോലീസിലായിക്കോട്ടെ, ഫയർഫോഴ്സിലായിക്കോട്ടെ, ഇനി മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലായിക്കോട്ടെ, ഒരു ഡ്രൈവർ ജോലിയാണോ നിങ്ങൾ സ്വപ്നം കാണുന്നത്? നിങ്ങൾക്ക് വേണ്ടുന്ന ഡ്രൈവർ എക്സാമിന് ആവശ്യമായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകളാണ് ഇന്ന് നമ്മൾ നൽകുന്നത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിനീത്. ഇ-ലേൺ PSCയുടെ ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക്കിൽ വന്നിട്ടുള്ള ആർട്ടിക്കുലേറ്റഡ് വാഹനങ്ങൾ എന്നാൽ എന്ത്, അതുപോലെ തന്നെ ഗോൾഡൻ അവർ എന്നാൽ എന്ത്, എന്താണ് പബ്ലിക് പ്ലേസ്, എന്താണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് തുടങ്ങി നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ. എന്താണ് ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ, എന്താണ് ആർട്ടിക്കുലേറ്റഡ് വാഹനങ്ങൾ എന്നാൽ എന്ത് എന്നുള്ളതാണ്. നോക്കിക്കേ, മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 2 ആണ് ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിളുകളെ പറ്റി പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കുലേറ്റഡ് വാഹനങ്ങളെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ് ഏത്? മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 2. PSCക്ക് ഒരുപക്ഷെ ചോദ്യം ചോദിച്ചേക്കാം. ആർട്ടിക്കുലേറ്റഡ് വാഹനങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ണുകൂട്ടി ഉത്തരവിടുന്നു, സെക്ഷൻ 2. അപ്പൊ മോട്ടോർ വാഹന നിയമത്തിൽ ആർട്ടിക്കുലേറ്റഡ് വാഹനങ്ങളെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 2 അല്ലെങ്കിൽ സെക്ഷൻ 2. ഈ നിയമം അനുസരിച്ച് സെമി ട്രെയിലറുകളുമായി ബന്ധിപ്പിച്ച മോട്ടോർ വാഹനങ്ങളെ ആർട്ടിക്കുലേറ്റഡ് വാഹനങ്ങൾ എന്ന് വിളിക്കാം. നോക്കിക്കേ, എന്താണ് ഒരു ആർട്ടിക്കുലേറ്റഡ് വാഹനം, എങ്ങനെയാണ് ഒരു ആർട്ടിക്കുലേറ്റഡ് വാഹനം കണ്ടാൽ ഉണ്ടാവുക എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, സെമി ട്രെയിലറുകളുമായിട്ട് ബന്ധിപ്പിച്ച മോട്ടോർ വാഹനങ്ങൾ എന്താണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംശയമുണ്ടാകും. നോക്കിക്കേ, ഇവിടെ അതിനുള്ള പരിഹാരമുണ്ട്. ഇതിനെയാണ് നമ്മൾ ട്രെയിലർ എന്ന് പറയുന്നത്, സെമി ട്രെയിലർ എന്ന് പറയുന്നത്. ഇവിടെ ഒരു മോട്ടോർ വാഹനവും കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, ഇവിടെ ഒരു മോട്ടോർ ക്യാബിൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്നതാണ് മോട്ടോർ ക്യാബിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രക്ക് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഇതാണ് ട്രെയിലർ എന്ന് പറയുന്നത്. അപ്പോ ഒരു ട്രെയിലർ ഉണ്ടാകും, അഥവാ ഒരു സെമി ട്രെയിലർ ഉണ്ടാകും. ഈ ട്രെയിലർ ഒരു മോട്ടോർ വാഹനവുമായിട്ട് ഘടിപ്പിച്ചിരിക്കും. ഇത്രയാണ് മോട്ടോർ വാഹനത്തിന്റെ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോ ഒരു മോട്ടോർ വാഹനവുമായിട്ട് ഘടിപ്പിച്ചിട്ടുള്ള സെമി ട്രെയിലറുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആർട്ടിക്കുലേറ്റഡ് വാഹനങ്ങൾ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഓർത്തു വെക്കുക, ഒരു സെമി ട്രെയിലറുകളുമായിട്ട് ബന്ധിപ്പിച്ച അല്ലെങ്കിൽ സെമി ട്രെയിലറുമായിട്ട് ബന്ധിപ്പിച്ച മോട്ടോർ വാഹനങ്ങളെ നമ്മൾ എന്തെന്ന് പറയുന്നു? ആർട്ടിക്കുലേറ്റഡ് വാഹനങ്ങൾ, ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്ന് പറയുന്നു. അതുപോലെ തന്നെ മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 2 ആർട്ടിക്കുലേറ്റഡ് വാഹനത്തെ പറ്റി പറയുന്നതെന്ന് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുമല്ലോ. നോക്കിയേ, സ്ഥിരമായോ താൽക്കാലികമോ ആയ കപ്ലിങ്ങുകളാൽ ബന്ധിപ്പിച്ച വാഹനങ്ങളെ ആർട്ടിക്കുലേറ്റഡ് വാഹനങ്ങൾ എന്ന് പറയുന്നു. കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ സെമി ട്രെയിലർ വാഹനത്തിന്റെ ഈ ഒരു ഭാഗം, നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഭാഗം ബന്ധിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഒരു കപ്ലിംഗ് എന്ന് പറയുന്ന ഡിവൈസുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു ജോയിന്റുമായിട്ട്, പിവോട്ടഡ് ജോയിന്റുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വാഹനം വളയ്ക്കുകയോ തിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ആ വളവ് തിരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് ഈ മോട്ടോർ വാഹനവുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത്. എന്തിന്റെ സഹായത്തോടു കൂടി? പിവോട്ടഡ് ജോയിന്റിന്റെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ കപ്ലിങ്ങിന്റെ സഹായത്തോടു കൂടി. കൃത്യമായിട്ട് ഓർത്തു വെക്കുക, ഒരു കപ്ലിങ്ങിന്റെയോ പിവോട്ടഡ് ജോയിന്റിന്റെയോ സഹായത്തോടു കൂടി ഒരു സെമി ട്രെയിലർ മോട്ടോർ വാഹനവുമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്നു. അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ആർട്ടിക്കുലേറ്റഡ് വാഹനങ്ങൾ, ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്ന് പറയാം. അപ്പോ ഒരു പിവോട്ടഡ് ജോയിന്റിന്റെയോ ഒരു കപ്ലിങ്ങിന്റെയോ സഹായത്തോടു കൂടി സെമി ട്രെയിലർ ഒരു മോട്ടോർ വാഹനത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ആർട്ടിക്കുലേറ്റഡ് വാഹനം എന്ന് പറയുന്നു. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 2 എന്തിനെ പറ്റി പറയുന്നത്? ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിളുകളെ പറ്റി പറയുന്നതെന്ന് ഓർത്തു വെച്ചേക്കുക. ഈ കപ്ലിങ്ങുകൾ അഥവാ പിവോട്ടഡ് ജോയിന്റുകൾ വളവുകൾ കൃത്യമായി തിരിയുന്നതിന് വേണ്ടി സഹായിക്കുന്നു. അപ്പം എന്തിനാണ് ഇങ്ങനെ ജോയിന്റുകൾ ഉപയോഗിച്ച് ഘടിപ്പിച്ചിരിക്കുന്നത്? വളവുകൾ കൃത്യമായി തിരിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജോയിന്റുകൾ ഉപയോഗിച്ച് സെമി ട്രെയിലറുകളെ മോട്ടോർ ട്രക്കുമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ അഥവാ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്.
അപ്പോൾ ഒരു വാഹനം നമ്മൾക്ക് നിരത്തിലിറക്കണമെങ്കിൽ ആ വാഹനത്തിന് അനുബന്ധമായിട്ട് ചില ഡോക്യുമെന്റ്സ് ഒക്കെ വേണമെന്നറിയാമല്ലോ. എന്തൊക്കെയാണ്? ആ വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കൃത്യമായും ലൈസൻസ് ഉണ്ടായിരിക്കണമെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു രേഖയാണ് വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്? വാഹനത്തിന് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. നമ്മൾ ആർ സി എന്ന് പറയാറില്ലേ, ആർ സി ബുക്ക്, ആർ സി പേപ്പർ എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെയാണിത്. അപ്പോൾ വാഹനത്തിന് കൃത്യമായിട്ട് ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നോക്കുക, 1988 മോട്ടോർ വാഹന നിയമം അനുസരിച്ച് സെക്ഷൻ 2-4 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ പറ്റി പറയുന്നു. അപ്പോ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ പറ്റി പരാമർശിക്കുന്ന മോട്ടോർ വാഹന നിയമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെന്ന് പറയും? സെക്ഷൻ 2-4 കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക. അപ്പോ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ പറ്റി പരാമർശിക്കുന്ന മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ ഏതാണ്? 2-4. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നാൽ ഒരു മോട്ടോർ വാഹനം ചാപ്റ്റർ 4 വ്യവസ്ഥകൾക്കനുസൃതമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു അധികാരി നൽകുന്ന സർട്ടിഫിക്കറ്റ് എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ നമ്മൾ അടുത്തതായി നോക്കുന്നത് എന്താണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആർ സി ബുക്ക് എന്നൊക്കെ പറയുന്നത് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കയ്യിലൊരു വാഹനമുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക. നിങ്ങളുടെ കയ്യിലൊരു വാഹനമുണ്ട്. അപ്പൊ ഈ വാഹനം ഓടിക്കണമെങ്കിൽ അതിന് ഒരു അധികാരി സാക്ഷ്യപ്പെടുത്തണം. അങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ആ വാഹനം ഓടിക്കുവാൻ സാധിക്കൂ. അപ്പോ അങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്ന അധികാരി നൽകുന്ന ആ സർട്ടിഫിക്കറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുവാനുള്ള വ്യവസ്ഥകൾ പറഞ്ഞിരിക്കുന്നത് ചാപ്റ്റർ 4 ആണ്. മോട്ടോർ വാഹന നിയമത്തിലെ ചാപ്റ്റർ 4 അനുസരിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഒരു അധികാരി വാഹനം ഉപയോഗിക്കുന്നതിന് വേണ്ടി നൽകുന്ന സർട്ടിഫിക്കറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ആർ സി ബുക്ക് അല്ലെ ആർ സി പേപ്പർ എന്നൊക്കെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഈ കൺസേൺഡ് അധികാരി എന്ന് പറയുന്നത് അതത് സ്ഥലത്തിലെ RTO ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ മോട്ടോർ വാഹന നിയമത്തിലെ ചാപ്റ്റർ 4 അനുസരിച്ച് അപ്പൊ അതത് സ്ഥലത്തെ ആ രജിസ്ട്രേഷൻ അധികാരി നൽകുന്ന സർട്ടിഫിക്കറ്റ്, ഈ വാഹനം ഉപയോഗിക്കുവാനായിട്ട് സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് നൽകും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ചാപ്റ്റർ 4 എന്താണെന്നാ പറയുന്നത് ഇവിടെ. മോട്ടോർ വാഹന നിയമത്തിലെ ചാപ്റ്റർ 4 മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 മോട്ടോർ വാഹന നിയമത്തിലെ ചാപ്റ്റർ 4 എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വ്യക്തിയോ വാഹനത്തിന്റെ ഉടമയോ പൊതുസ്ഥലത്തോ അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തോ മോട്ടോർ വാഹന നിയമത്തിലെ അധ്യായം 4 അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത വാഹനങ്ങൾ ഓടിക്കുവാൻ പാടുള്ളതല്ല. അതെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചാപ്റ്റർ 4 പറയുന്നത്. അധ്യായം 4 പറയുന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത വാഹനങ്ങൾ ഓടിക്കുവാൻ പാടുള്ളതല്ല. ഒരു വാഹനം ഉടമയോ അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന വ്യക്തിയോ ഒരു പൊതുസ്ഥലത്ത് വാഹനം ഓടിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും ആ വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കണം. അഥവാ അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത വാഹനം ഓടിക്കുവാൻ പാടില്ല എന്ന് പറയുന്ന നിയമമാണ് മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 ചാപ്റ്റർ 4. കൃത്യമായിട്ട് ഓർത്തു വെക്കണേ അത്. അടുത്ത് നോക്കിയേ, നിർദ്ദിഷ്ട രീതിയിൽ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ മാർക്ക് പ്രദർശിപ്പിച്ചിട്ടില്ലാത്ത വാഹനങ്ങൾ ഓടിക്കുവാൻ പാടുള്ളതല്ല. അപ്പം ഓർത്തു വെക്കുക, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ വാഹനം ഓടിക്കാൻ പാടില്ല എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തത് എന്താണ്? കൃത്യമായ രജിസ്ട്രേഷൻ മാർക്ക് ഇല്ലാത്ത വാഹനങ്ങൾ ഓടിക്കുവാൻ പാടുള്ളതല്ല. അപ്പോൾ ചാപ്റ്റർ 4 2 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പറഞ്ഞത്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പൊതുസ്ഥലത്ത് വാഹനം ഉടമ അല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കുന്ന വ്യക്തി ആ വാഹനം ഉപയോഗിക്കുവാൻ പാടില്ല എന്ന് പറയുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? രജിസ്ട്രേഷൻ മാർക്ക് പ്രദർശിപ്പിച്ചിട്ടില്ലാത്ത വാഹനങ്ങൾ ഓടിക്കുവാൻ പാടുള്ളതല്ല. അപ്പോ ഒരു വാഹനം ഉപയോഗിക്കണമെങ്കിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. കൃത്യമായ രജിസ്ട്രേഷൻ മാർക്ക് പ്രദർശിപ്പിച്ചിരിക്കണം എന്ന് പറയുന്നു. ഈ 2 പോയിന്റുകൾ കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കണേ. മോട്ടോർ വാഹന നിയമം 1988 ചാപ്റ്റർ 4. മൂന്നാമതൊരു പോയിന്റ് ഇവിടെ പറയുന്നുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി ഒരു ഡീലറുടെ കൈവശമുള്ള മോട്ടോർ വാഹനത്തിന് ഈ
ഈ വിഭാഗത്തിലെ വ്യവസ്ഥകളൊന്നും ബാധകമല്ല. അപ്പോൾ ഒരു പ്രൈവറ്റ് പാർട്ടിയുടെ കയ്യിരിക്കുന്ന വാഹനം അല്ലെങ്കിൽ ഒരു സ്വകാര്യ വ്യക്തി വാഹനം ഉടമയുടെ കയ്യിരിക്കുന്ന വാഹനത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത പറയുന്നത് എന്താണ്? ഒരു വാഹന ഡീലറിന്റെ കയ്യിലാണ് ഈ വാഹനങ്ങൾ ഉള്ളത് എങ്കിൽ അവർക്ക് മറ്റൊരു നിയമമാണ് പറയുന്നത്. പക്ഷേ ഈ നിയമമൊന്നും അവിടെ ബാധകമല്ല എന്നുള്ളതാണ് പറയുന്നത്. കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് ഒരു ഡീലറുടെ കൈവശമുള്ള മോട്ടോർ വാഹനത്തിന് ഈ വിഭാഗത്തിലെ വ്യവസ്ഥകളൊന്നും ബാധകമല്ല. അപ്പോൾ ഈ നിയമം ചാപ്റ്റർ 4 പറയുന്നത് എന്താണ്? കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ ഒരു ഡീലർ വാഹനങ്ങൾ കയ്യിൽ വെച്ചിട്ടുണ്ട് എങ്കിൽ, വാഹന ഡീലർ അയാളുടെ കൈവശം വാഹനങ്ങൾ ഉണ്ട് എങ്കിൽ ഈ നിയമം ബാധകമല്ല എന്ന് പറയുന്നുണ്ട്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതുമാണ്. ഗോൾഡൻ അവർ എന്നാൽ എന്ത്? മനസ്സിലാവുന്നുണ്ടോ? ഗോൾഡൻ അവർ, സുവർണ സമയം എന്നൊക്കെ പറയാം. വാഹന അപകടത്തെ തുടർന്നുള്ള ആദ്യത്തെ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കാലയളവിനെ ഗോൾഡൻ അവർ എന്ന് പറയുന്നു. അപ്പൊ നോക്കിക്കേ, ഒരു വാഹന അപകടം നടക്കുന്നു. വാഹന അപകടം നടന്നു കഴിഞ്ഞ് ആദ്യത്തെ 1 മണിക്കൂർ സമയത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. സുവർണ സമയം, സുവർണ മണിക്കൂർ എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിനെ വാഹന അപകടം നടന്നുള്ള ആദ്യത്തെ 1 മണിക്കൂർ, ഇത് എങ്ങനെയാണ് പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചാൽ, ഈ സമയത്ത് അടിയന്തര വൈദ്യസഹായം നൽകിക്കൊണ്ട് അപകടം മൂലമുള്ള മരണം തടയുവാൻ സാധിക്കുന്നു. അപ്പോൾ വളരെ ക്രൂഷ്യൽ റോളാണ് ഇതിന്. നോക്കിക്കേ, അപ്പോ ഒരു വാഹന അപകടം നടന്നു എന്ന് കരുതുക. ഈ വാഹന അപകടം നടന്നു കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ 1 മണിക്കൂറിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. ഈ സമയത്ത് കൃത്യമായ ചികിത്സ, ആ വാഹന അപകടത്തിൽപ്പെട്ട ആൾക്ക് കൃത്യമായ ചികിത്സ നൽകുവാൻ സാധിച്ചു കഴിഞ്ഞാൽ, അടിയന്തര വൈദ്യസഹായം നൽകി കഴിഞ്ഞാൽ ആ അപകടം മൂലമുള്ള മരണത്തെ തടയുവാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അടിയന്തര വൈദ്യസഹായം നൽകിക്കൊണ്ട് അപകടം മൂലമുള്ള മരണത്തെ തടയുവാൻ സാധിക്കുന്ന ആദ്യത്തെ 1 മണിക്കൂർ സമയത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. സെക്ഷൻ 12A, അതായത് 2-ൽ 12A, സെക്ഷൻ 2(12)A എന്തിനെ പറ്റി പ്രതിപാദിക്കുന്നു? ഗോൾഡൻ അവറിനെ പറ്റി പ്രതിപാദിക്കുന്നു. 1988 മോട്ടോർ വാഹന നിയമം സെക്ഷൻ 2(12)A എന്തിനെ പറ്റി പറയുന്നു? ഗോൾഡൻ അവറിനെ പറ്റി പറയുന്നു. അപകടം നടന്നു കഴിഞ്ഞുള്ള ആദ്യത്തെ 1 മണിക്കൂർ സമയത്തെയാണ് ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. ഈ സമയത്ത് അപകടത്തിൽപ്പെട്ട വ്യക്തിക്ക്, അപകടം ഉണ്ടായ വ്യക്തിക്ക് അടിയന്തര വൈദ്യസഹായം നൽകി കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് അയാളുടെ ജീവനെ രക്ഷിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സമയത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഗോൾഡൻ അവർ എന്ന് പറയുന്നു. അടുത്ത നോക്കിക്കേ, അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. പബ്ലിക് പ്ലേസ് അഥവാ പൊതുസ്ഥലം എന്നാൽ എന്ത്? ഇതും നമ്മുടെ മോട്ടോർ വാഹന നിയമം 1988 മോട്ടോർ വാഹന നിയമത്തിലെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നതാണ്. എന്താണ് പൊതുസ്ഥലം എന്നുള്ളത്? പൊതുജനങ്ങൾക്ക് പ്രവേശനത്തിന് അധികാരമുള്ള തെരുവ്, വഴി അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളെ പൊതുസ്ഥലം എന്ന് നിർവചിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ് ഒരു പൊതുസ്ഥലം? പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ള സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? പൊതുസ്ഥലം എന്ന് പറയുന്നത്. അതൊരു തെരുവാകാം, വഴിയാകാം, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളാകാം. പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ള തെരുവാകട്ടെ, വഴിയാകട്ടെ, മറ്റു സ്ഥലങ്ങളാകട്ടെ, അതിനെ നമുക്ക് എന്തെന്ന് പറയാം? പൊതുസ്ഥലം എന്ന് പറയാം. അതേപോലെ തന്നെ നോക്കിയേ, ഒരു സ്റ്റേജ് കാരേജിൽ യാത്രക്കാരെ കയറ്റുകയോ ഇറക്കുകയോ ചെയ്യുന്ന ഏതെങ്കിലും സ്ഥലമോ സ്റ്റാൻഡോ പൊതുസ്ഥലത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. നോക്കിയേ, ഒരു സ്റ്റേജ് കാരേജിൽ യാത്രക്കാരെ കയറ്റുകയോ ഇറക്കുകയോ ചെയ്യുന്ന ഏതെങ്കിലും സ്ഥലം, നിങ്ങൾ ഒരു ബസ്സിൽ കയറുന്നു അല്ലെങ്കിൽ ബസ്സിൽ വന്നിറങ്ങുന്നു, ആ സ്ഥലവും എന്തിൽ വരാം? പൊതുസ്ഥലത്തിന്റെ നിർവചനത്തിൽ വരാം എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഒരു ബസ് സ്റ്റാൻഡിലാണ് നിങ്ങൾ വന്നിറങ്ങുന്നത്, അതും എന്ത് തന്നെയാണ്? പൊതുസ്ഥലം തന്നെയാണ്. എന്താണ് സ്റ്റേജ് കാരേജ് എന്ന് ചിലർക്കെങ്കിലും സംശയം ഉണ്ടാകാം. ഉദാഹരണത്തിന്, ബസ് എ എന്ന് പറയുന്ന പോയിന്റ് മുതൽ ബി എന്ന് പറയുന്ന പോയിന്റ് വരെ യാത്ര ചെയ്യുന്നു എന്നിരിക്കട്ടെ. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റ് വരെ യാത്ര ചെയ്യുന്നു. ഇടയ്ക്ക് സി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ഡി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ഇ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഒരാൾക്ക് യാത്ര ചെയ്യുമ്പോൾ വേണമെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് ടിക്കറ്റ് എടുത്ത് പൈസ കൊടുത്ത് യാത്ര ചെയ്യാം.
ഇനി അതുമല്ല എങ്കിൽ എയിൽ നിന്ന് സിയിലേക്ക് യാത്ര ചെയ്യാം, സിയിൽ നിന്ന് ഒരാൾക്ക് കയറി ഇയിലേക്ക് യാത്ര ചെയ്യാം, ഡിയിൽ നിന്ന് ഒരാൾക്ക് കയറി ബിയിലേക്ക് യാത്ര ചെയ്യാം. അങ്ങനെ ഒരു യാത്രയുടെ മുഴുവൻ ഘട്ടങ്ങളിലായിട്ടോ വിവിധ ഘട്ടങ്ങളിലായിട്ടോ പണം നൽകിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ കഴിയുന്ന സംവിധാനങ്ങളെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? സ്റ്റേജ് ക്യാരേജ് എന്ന് പറയാൻ പറ്റും. ഇത്തരത്തില് ഒരു സ്റ്റേജ് ക്യാരേജിൽ യാത്ര ചെയ്യുവാൻ കഴിയുന്ന ബസ് സ്റ്റാൻഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആളെ കയറ്റുകയോ ഇറക്കുകയോ ചെയ്യുന്ന സ്ഥലമായിക്കോട്ടെ, അതിനെ നമുക്ക് എന്തെന്ന് പറയാം? പൊതുസ്ഥലം എന്ന് പറയാം. ചുരുക്കത്തില് പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ള തെരുവാകട്ടെ, വഴിയാകട്ടെ, മറ്റു സ്ഥലങ്ങളാകട്ടെ, ബസ് സ്റ്റാൻഡ് ആകട്ടെ, ബസ്സിൽ കയറുന്നതോ ഇറങ്ങുന്നതോ ആയ ഇടമാകട്ടെ, എന്തിന്റെ നിർവചനത്തിൽ വരുന്നു? പൊതുസ്ഥലത്തിന്റെ നിർവചനത്തിൽ വരുന്നു എന്ന് ഓർത്തു വെക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എന്നാൽ എന്താണ്, ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ എന്നാൽ എന്തെന്നുള്ളതാണ്. നോക്കിക്കേ, എന്താണ് ഒരു ട്രാൻസ്പോർട്ട് വാഹനം? പബ്ലിക് സർവീസ് വാഹനം, ഗുഡ്സ് ക്യാരേജ്, വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ബസ്, പ്രൈവറ്റ് സർവീസ് വാഹനം എന്നിവയാണ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്പോർട്ട് ചെയ്യുവാൻ ആവശ്യമായത്, അത് യാത്രക്കാരാകട്ടെ ചരക്കുകളാകട്ടെ. അപ്പൊ യാത്രക്കാരെയോ അല്ലെങ്കിൽ ചരക്കുകളെയോ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൈമാറ്റം ചെയ്യുന്ന ഗതാഗതത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എന്ന് പറയുന്നത്. നോക്കിക്കേ, പബ്ലിക് സർവീസ് വാഹനം, ഉദാഹരണത്തിന് KSRTC. ഒരു ഗുഡ്സ് ക്യാരേജ്, നമ്മുടെ ചരക്കൊക്കെ കൊണ്ടുപോകുന്ന വലിയ വലിയ ലോറികള്. അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ബസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സുകള്. പ്രൈവറ്റ് സർവീസ് വാഹനം, നമ്മുടെ പ്രൈവറ്റ് ബസ്സുകൾ, ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ആലോചിക്കുക. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് പറയുന്നുണ്ട്? ട്രാൻസ്പോർട്ട് വെഹിക്കിൾ, ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് മോട്ടോർ വാഹന നിയമം സെക്ഷൻ 247 ട്രാൻസ്പോർട്ട് വാഹനങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നു. അപ്പോൾ ട്രാൻസ്പോർട്ട് വാഹനങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 247. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ ഏത്? എന്തിനെ പറ്റി പറയുന്ന? ട്രാൻസ്പോർട്ട് വെഹിക്കിളിനെ പറ്റി പറയുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 247 എന്ന് കണ്ണടച്ചെഴുതിക്കണം അപ്പോഴേ. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് അഥവാ മൊത്ത വാഹന ഭാരം, GVW എന്ന് പറയും. വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയുടെ സിലബസ് മാറുന്നതിന് മുമ്പും പരീക്ഷയുടെ സിലബസ് മാറിയതിനു ശേഷവും ഒരേപോലെ തന്നെ സിലബസിൽ കണ്ടിന്യൂ ചെയ്തു വരുന്ന ഒരു പാർട്ടാണ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്. അതുപോലെ തന്നെ ലാഡൻ വെയിറ്റ്, അൺലാഡൻ വെയിറ്റ് തുടങ്ങിയത്. അപ്പോൾ എന്താണ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് നമുക്ക് നോക്കാം. വാഹനത്തിന് വഹിക്കുവാൻ കഴിയുന്ന അനുവദനീയമായ ലോഡിന്റെ ഭാരത്തിന്റെയും ആകെ തുകയാണ് മൊത്ത വാഹന ഭാരം എന്ന് അർത്ഥമാക്കുന്നത്. അപ്പോ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് GVW അഥവാ മൊത്ത വാഹന ഭാരം എന്നാൽ എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? അതെ, ഒരു വാഹനത്തിന്റെ ഭാരം, അതുപോലെ തന്നെ ഈ വാഹനത്തിന് നിയമപരമായി കൊണ്ടുപോകുവാൻ കഴിയുന്ന പരമാവധി ഭാരം, അല്ലെങ്കിൽ ആ വാഹനത്തിനുള്ളിലെ ലോഡിന്റെ പരമാവധി ഭാരം, ഇത് രണ്ടും കൂടെ ചേർന്നുള്ള ആകെ തുകയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് അഥവാ GVW. നോക്കിക്കേ, GVW സമം വാഹനത്തിന്റെ ഭാരം, അതായത് ഒരു വെഹിക്കിളിന്റെ വെയിറ്റ് പ്ലസ് ആ വാഹനത്തിൽ ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ ആ വാഹനത്തിന് നിയമപരമായി വഹിക്കുവാൻ കഴിയുന്ന അനുവദനീയമായ പരമാവധി ഭാരത്തിന്റെ ആകെ തുക. മനസ്സിലാകുന്നുണ്ടോ? വാഹനത്തിന്റെ ഭാരം, വെഹിക്കിളിന്റെ വെയിറ്റും അതുപോലെ തന്നെ നിയമപരമായിട്ട് വാഹനത്തിന് കൊണ്ടുപോകാൻ കഴിയുന്ന ഭാരവും ചേർന്നുള്ള ആകെ തുകയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്. വാഹനത്തിന്റെ ഭാരവും ആ വാഹനത്തിൽ വഹിക്കുവാൻ കഴിയുന്ന ലോഡിന്റെ ഭാരവും ചേർന്നുള്ള ആകെ തുകയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോ മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 215 എന്തിനെ പറ്റി പറയുന്നു? ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് അഥവാ മൊത്ത വാഹന ഭാരത്തെ പറ്റി പറയുന്നു. ഗ്രോസ് വെഹിക്കിൾ വെയിറ്റിനെ പറ്റി പറയുന്നത് എന്താണ്? സെക്ഷൻ 215. എന്താണ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത്? വാഹനത്തിന്റെ ഭാരം പ്ലസ് വാഹനത്തിൽ കയറ്റുവാൻ കഴിയുന്ന ലോഡിന്റെ ഭാരം. അപ്പോൾ വാഹനത്തിന്റെ ഭാരവും ലോഡിന്റെ ഭാരവും തമ്മിലുള്ള ആകെ തുകയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൊത്ത വാഹന ഭാരം. അതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? 215. മോട്ടോർ വാഹന നിയമം 1988 215 പറയുന്നത് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് അഥവാ GVW പറ്റിയിട്ടാണ്. അടുത്ത് നോക്കി, അനുവദനീയമായ ലോഡിന്റെ ഭാരം എന്നത് അതത് വാഹനത്തിന് വഹിക്കുവാൻ കഴിയുന്നതും
രജിസ്ട്രേഷൻ അതോറിറ്റി നിശ്ചയിച്ചിട്ടുള്ളതുമായ ലോഡിന്റെ ഭാരം എന്ന് അർത്ഥമാക്കുന്നു. അപ്പോ എന്താണ് അനുവദനീയമായ ലോഡിന്റെ ഭാരം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. രജിസ്ട്രേഷൻ അതോറിറ്റി നിശ്ചയിച്ചിട്ടുള്ള ആ വാഹനത്തിൽ വഹിക്കുവാൻ കഴിയുന്ന ഭാരത്തിന്റെ മാക്സിമം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അനുവദനീയമായ ഭാരം. ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വാഹനത്തിന്റെ ഭാരം അധികം രജിസ്ട്രേഷൻ അതോറിറ്റി നിശ്ചയിച്ചിട്ടുള്ള ആ വാഹനത്തിൽ കയറ്റുവാൻ കഴിയുന്ന ലോഡിന്റെ ഭാരം. GVW സമം വെഹിക്കിളിന്റെ വെയിറ്റ് അധികം ആ വാഹനത്തിൽ കയറ്റുവാൻ കഴിയുന്ന ലോഡിന്റെ വെയിറ്റ്. സെക്ഷൻ 2-15 എന്തിനെ പറ്റി പറയുന്നത്? അതെ, നമ്മുടെ ഗ്രോസ് വെഹിക്കിളിനെ പറ്റി പറയുന്ന സെക്ഷൻ 2-15. ഇത് രണ്ടും കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. അടുത്തത് നോക്കിക്കേ, വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലാഡൻ വെയിറ്റ് ആണ്. അവിടെ നമ്മൾ പഠിച്ചിരുന്നു LW എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ലോഡിന്റെ വെയിറ്റ് എന്ന് പഠിച്ചു. ഇവിടെ ലാഡൻ വെയിറ്റ് ആണ്. തിരിഞ്ഞു പോരുത്, അത് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ലാഡൻ വെയിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ലാഡൻ വെയിറ്റ് എന്ന് വെച്ചോളൂ. അപ്പൊ ലാഡൻ വെയിറ്റ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഇവിടെ നോക്കിക്കേ, വാഹനത്തിലെ ലോഡിന്റെ ഭാരം, വാഹനത്തിന്റെ യഥാർത്ഥ ഭാരം, വാഹനത്തിലെ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ചേർന്നുള്ള ഭാരം എന്നിവയുടെ ആകെ തുകയാണ് ലാഡൻ വെയിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ലാഡൻ വെയിറ്റ് എന്നാൽ എന്താണ്? ആ വാഹനത്തിന്റെ ഭാരം, ആ വാഹനത്തിൽ കയറ്റി വെച്ചിരിക്കുന്ന ലോഡിന്റെ ഭാരം, പാസഞ്ചേഴ്സിന്റെ ഭാരം, വാഹനത്തിന്റെ ജീവനക്കാരുടെ ഭാരം, ഇതിന്റെ എല്ലാം ആകെ തുകയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലാഡൻ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ലാഡൻ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാഡൻ വെയിറ്റ് എന്ന് പറഞ്ഞാല് വാഹനത്തിന്റെ ഭാരമുണ്ട് പ്ലസ് വാഹനത്തിന്റെ യാത്രക്കാരുടെ ഭാരം, പാസഞ്ചേഴ്സിന്റെ വെയിറ്റ് ഉണ്ട്, പ്ലസ് അതിലെ വർക്കേഴ്സിന്റെ ഭാരമുണ്ട്, പ്ലസ് പിന്നെന്താണ്, വാഹനത്തിലെ ലോഡിന്റെ ഭാരമുണ്ട്. ഇത്രയും ചേർന്നുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലാഡൻ വെയിറ്റ് എന്ന് പറയുന്നത്. ലാഡൻ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാഹനത്തിന്റെ ഭാരം, ലോഡിന്റെ ഭാരം, പാസഞ്ചേഴ്സിന്റെ ഭാരം, ജീവനക്കാരുടെ ഭാരം, ഇത്രയും ചേർന്നുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലാഡൻ വെയിറ്റ് എന്ന് പറയുന്നത്. അടുത്ത എന്താണ് നോക്കിക്കേ, അൺലാഡൻ വെയിറ്റ് എന്താണെന്നാണ് പറയുന്നത്. ഒന്നുമില്ല, വാഹനത്തിന്റെ മാത്രം ഭാരത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അൺലാഡൻ ഭാരം എന്ന് പറയുന്നത്. അപ്പം ലാഡൻ ഭാരം എന്ന് പറഞ്ഞാല് വാഹനത്തിന്റെ ഉണ്ട്, അതിൽ ലോഡിന്റെ ഉണ്ട്, പാസഞ്ചേഴ്സിന്റെ ഉണ്ട്, ജീവനക്കാരന്റെ ഉണ്ട്. അതുപോലെ തന്നെ അൺലാഡൻ ആണെന്നെങ്കിലോ വാഹനത്തിന്റെ മാത്രം ഭാരത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അൺലാഡൻ ഭാരം എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ് ഓർത്തിരിക്കാൻ. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഹെവി ഗുഡ്സ് വെഹിക്കിളിനെ പറ്റിയിട്ടാണ്. എന്താണ് ഹെവി ഗുഡ്സ് വെഹിക്കിൾ എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഹെവി ഗുഡ്സ് വെഹിക്കിൾ അഥവാ HGV, ഹെവി ഗുഡ്സ് വെഹിക്കിൾ, HGV എന്ന് പറയും. വളരെ ഷോർട്ടായിട്ട് പറയുന്നത് HGV എന്നുള്ളതാണ്. നിങ്ങൾ പലയിടത്തുമായിട്ട് HGV എന്നുള്ള ഈ ഒരു വേർഡ്, ഒരു ടേം കണ്ടിട്ടുണ്ടായിരിക്കും. ഹെവി ഗുഡ്സ് വെഹിക്കിൾ എന്നുള്ളതാണ്. ഇവിടെ എന്താണ് ഹെവി ഗുഡ്സ് വെഹിക്കിൾ എന്ന് നോക്കിക്കേ. ഹെവി ഗുഡ്സ് വെഹിക്കിൾ എന്നാൽ ഒരു ചരക്ക് വാഹനത്തിന്റെ മൊത്ത വാഹന ഭാരം അഥവാ GVW 12,000 കിലോഗ്രാമിൽ കൂടുതലോ അല്ലെങ്കിൽ അൺലാഡൻ വെയിറ്റ് 12,000 കിലോഗ്രാമിൽ കൂടുതലോ ആയ വാഹനങ്ങൾ, റോഡ് റോളർ, ട്രാക്ടർ എന്നിവ ഹെവി ഗുഡ്സ് വെഹിക്കിൾ വിഭാഗത്തിൽ പെടുന്നു. അപ്പം ഹെവി ഗുഡ്സ് വെഹിക്കിൾ എന്ന് പറഞ്ഞാല് ആ വാഹനത്തിന്റെ ഭാരം, അതായത് വാഹനത്തിന്റെ അൺലാഡൻ ഭാരം എന്ന് പറയുന്നത് 12,000 കിലോഗ്രാമിൽ കൂടുതലായിരിക്കണം. അതുമല്ല എങ്കിൽ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് GVW 12,000 കിലോഗ്രാമിൽ കൂടുതലോ ആയിരിക്കണം. നമ്മൾ തൊട്ട് മുമ്പേ പഠിച്ചതേ ഉള്ളൂ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്നാൽ എന്തെന്നുള്ളത്. എന്താണ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്നുള്ളത് മനസ്സിൽ കൃത്യമായിട്ട് ഓർമ്മ വരണം. എന്താണ്? വാഹനത്തിന്റെ ഭാരം, വാഹനത്തിൽ കയറ്റിയിരിക്കുന്ന അനുവദനീയമായ ലോഡിന്റെ ഭാരം, ഇത് രണ്ടിന്റെയും ആകെ തുകയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത്. അത് 12,000 കിലോഗ്രാമിൽ കൂടുതലോ അതുമല്ല എങ്കിൽ അൺലാഡൻ വെയിറ്റ്. എന്താണ് അൺലാഡൻ വെയിറ്റ് എന്ന് പറയുന്നത്? വാഹനത്തിന്റെ മാത്രം ഭാരം 12,000 കിലോഗ്രാമിൽ കൂടുതലോ ആണെങ്കിൽ അത്തരം വാഹനങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം, ഹെവി ഗുഡ്സ് വെഹിക്കിൾ കാറ്റഗറിയിൽ പെടുത്താം. നോക്കിക്കേ, അങ്ങനെ ഭാരമുള്ള ചരക്ക് വാഹനങ്ങൾ, റോഡ് റോളർ, ട്രാക്ടർ എന്നിവയെല്ലാം എന്താണ്, ഹെവി ഗുഡ്സ് വെഹിക്കിൾ എന്നുള്ള കാറ്റഗറിയിൽ പെടുന്ന വാഹനങ്ങളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് നോക്കിക്കേ,
മോട്ടോർ വാഹന നിയമം സെക്ഷൻ 2-16 പറയുന്നത് ഹെവി ഗുഡ്സ് വാഹനങ്ങളെ പറ്റിയിട്ടാണ്. 1988 മോട്ടോർ വാഹന നിയമം ഹെവി ഗുഡ്സ് വെഹിക്കിളിനെ പറ്റി പറയുന്നത് സെക്ഷൻ 2-16 ആണെന്ന് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക. അടുത്തത് ഹെവി പാസഞ്ചർ വെഹിക്കിൾ. നമ്മൾ ഷോർട്ട് ഫോമില് പലയിടത്തും കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഒരു ടെർമിനോളജി നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ടായിരിക്കും. ഹെവി ഫോർ പാസഞ്ചർ വെഹിക്കിൾ. H for heavy, P for passenger, V for vehicle, HPV. HGV, HPV. HGV heavy goods vehicle, HPV heavy passenger vehicle. നോക്കിക്കേ എന്താണ് നോക്കിയേ. ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് GVW 12,000 കിലോഗ്രാമിൽ കൂടുതലായ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ബസ്, ഒമിനി ബസ്, പബ്ലിക് സർവീസ് വാഹനം, പ്രൈവറ്റ് സർവീസ് വാഹനം, അതുമല്ലെങ്കിൽ അൺലാഡൻ വെയിറ്റ് 12,000 കിലോഗ്രാമിൽ കൂടുതലായ മോട്ടോർ കാർ എന്നിവ ഹെവി പാസഞ്ചർ വെഹിക്കിൾ എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. നോക്കിക്കേ, നമ്മൾ അവിടെ പഠിച്ചത് ഹെവി ഗുഡ്സ് വെഹിക്കിളിനെ പറ്റിയിട്ടായിരുന്നു. 12,000 കിലോഗ്രാമിൽ കൂടുതൽ GVW ഉള്ളത്, അല്ലെങ്കിൽ അൺലാഡൻ വെയിറ്റ് 12,000 കിലോഗ്രാമിൽ കൂടുതലോ ആയ ചരക്ക് വാഹനങ്ങൾ, റോഡ് റോളർ തുടങ്ങിയവയൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഹെവി ഗുഡ്സ് കാറ്റഗറിയിൽ പെടുന്നത്. ഇവിടെ ഹെവി പാസഞ്ചർ കാറ്റഗറി എന്ന് പറയുമ്പോൾ യാത്ര ചെയ്യാനുള്ള വാഹനങ്ങളാണെന്ന് മനസ്സിൽ ഓർമ്മ വരണം. അതുപോലെ തന്നെ അവിടെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് GVW 12,000 കിലോഗ്രാമിൽ കൂടുതലായിരിക്കണം, അല്ലെങ്കിൽ അൺലാഡൻ വെയിറ്റ് 12,000 കിലോഗ്രാമിൽ കൂടുതലായിരിക്കണം. ഇനി ഏതൊക്കെ വാഹനങ്ങളാണ് വരുന്നത് നോക്കിക്കേ. വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ബസ് വരുന്നുണ്ട്, ഒമിനി ബസ് വരുന്നുണ്ട്, പബ്ലിക് സർവീസ് അല്ലെങ്കിൽ പ്രൈവറ്റ് സർവീസ് വാഹനങ്ങൾ. ഇനി അതുമല്ല എങ്കിൽ 12,000 കിലോഗ്രാമിൽ കൂടുതൽ ഭാരമുള്ള മോട്ടോർ കാർ ആയാലും എന്തിൽ പെടുന്നു? ഹെവി പാസഞ്ചർ വെഹിക്കിൾ എന്ന കാറ്റഗറിയിൽ പെടുന്നു എന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് കൊണ്ട് പഠിക്കുന്നത്, അല്ലെങ്കിൽ പഠിച്ചത്, നോക്കിയത്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ താഴോട്ട് നിങ്ങളുടെ ആ ഒരു കമന്റ് ബോക്സിലെ സംശയങ്ങൾ രേഖപ്പെടുത്തുക. നമ്മൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വർഷം ഒരു ഡ്രൈവർ പോസ്റ്റിലേക്ക് ഒരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.